ഇന്ന് നമ്മൾ പുളിച്ചിക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വലുതും ചെറുതുമായിട്ട് 20 പുളിച്ചിക്ക നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ട് 20 ചെറിയുള്ളിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വറുക്കാനായിട്ട് നമ്മൾ ഒരു തേങ്ങ ചിരകിയതും അതിൽ 4 ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും നമ്മുടെ തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വറുത്തെടുക്കണം. ഇത്രയും വറന്ന് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം നല്ലപോലെ മാറ്റിയെടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി തണുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു സമയം ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പുളിച്ചിക്ക ചേർത്ത് കൊടുക്കാം. പുളിച്ചിക്കയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സമയം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇനി നമുക്ക് കുറച്ച് സമയം ഇത് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ച് കൊടുക്കണം. പുളിച്ചിക്കയെല്ലാം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ചെടുത്തിട്ട് വന്നാൽ കൂട്ടൊഴിച്ച് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ കിടന്ന് തിളച്ചോട്ടെ. നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്ത് ഒഴിച്ചാൽ മതി. അതിന് വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 3 ചെറിയുള്ളി അരിഞ്ഞു വെച്ചതാണ് ചെറുതായിട്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം നല്ലപോലെ ബ്രൗൺ കളറാവണം. ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിച്ചിക്ക കറി റെഡി.